ഓക്കെ, കുഞ്ഞുങ്ങൾ എഴുതിക്കോ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ഹെഡിങ് എഴുതിക്കോ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ഓക്കെ, നമ്മള് ഈ ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി മൂന്നായിട്ട് തിരിക്കാൻ പോവാണേ. ഒന്ന് ഡയാമാഗ്നറ്റിക്, ഒന്ന് പാരാമാഗ്നറ്റിക്, ഒന്ന് ഫെറോ മാഗ്നറ്റിക് ആണ്. അപ്പം ഇത് നമ്മുടെ സ്കൂളിലെ മൂന്ന് ടൈപ്പ് നമ്മുടെ അതായത് മൂന്ന് ടൈപ്പ് സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് ഞാൻ ഇത് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കത് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യവും വരത്തില്ല ആ സമയത്ത്. അപ്പം അങ്ങനെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ, അപ്പം എന്താണ് ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മള് സ്കൂളിലെ ഒരു ഒരു എന്താ പറയാ, ഒരു പഠിക്കാൻ തീരെ താല്പര്യം ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സ്കൂളിൽ, നമ്മുടെ ക്ലാസ്സിലൊക്കെ. അപ്പൊ അവരെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ്, എബോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസും, അതേപോലെ തന്നെ ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ് പറയാൻ പോകുന്നത്. അതിനകത്ത് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ തീരെ പഠിക്കാത്ത ഉഴപ്പന്മാരെന്ന് പറഞ്ഞാൽ പഠിക്കാൻ താല്പര്യം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഡയാമാഗ്നറ്റിക് ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ ഒരു എബോ ആവറേജ് സ്റ്റുഡന്റ്, അതേപോലെ തന്നെ ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ നല്ല ബ്രില്യന്റ് സ്റ്റുഡന്റ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഡയാമാഗ്നറ്റിക്കിന്റെ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡയാമാഗ്നറ്റിക് ഹെഡിങ് എഴുതിക്കോ, ഡയാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക് ഈ ഡയാമാഗ്നറ്റിക് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. അതായത് നമ്മൾ പിള്ളേരെ വെച്ച് കമ്പയർ ചെയ്യുന്ന, സ്റ്റുഡൻസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് തീരെ പഠിക്കാൻ താല്പര്യമില്ലാത്ത, ക്ലാസ്സിൽ വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പം അവരുടെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. they are weakly attracted towards magnetic field. അപ്പം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് സ്കൂളായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ സ്കൂളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഡയാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ തീരെ ഉഴപ്പന്മാരാണ്. അപ്പം അവർക്ക് സ്കൂളിൽ വരാൻ പോലും താല്പര്യമില്ല. ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ടുവേർഡ്സ് സ്കൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ്. പഠിക്കാത്ത പിള്ളേർ ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ടുവേർഡ്സ് എന്താണ്, സ്കൂൾ എന്ന് പറയും. അപ്പൊ അത് നമുക്ക് എക്സാമ്പിൾ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. രണ്ടാമത്തേത് ദേ അലൈൻ ആണ്. ദേ അലൈൻ perpendicular to magnetic field. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ദേ അലൈൻ പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇനി മറ്റേത് വെച്ച് കമ്പയർ ചെയ്ത് പറയാം. അതായത് നമ്മളിപ്പം പഠിക്കാത്ത പിള്ളേര് ഏറ്റവും, നമ്മളിപ്പം ക്ലാസ്സിൽ വന്നിട്ട് അവര് ടീച്ചർ പഠിപ്പിക്കുന്ന ശ്രദ്ധിച്ചിരിക്കുവോ അതോ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചിരിക്കുവോ? ടീച്ചർ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കാൻ ഒരു താല്പര്യമില്ല. ഇപ്പം നിങ്ങളുടെ ഇതിനകത്ത് തീരെ ഉഴപ്പുള്ള ആൾക്കാരും ഇല്ല. ഇങ്ങനെ ഉഴപ്പുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അവര് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യം പാരലായിട്ട് കൃത്യം ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, ഫാനിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അത് ഞാൻ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. മനസ്സിലായോ? അപ്പം ഇവിടെ അത് ഡയമാഗ്നറ്റിക്കും അതേപോലെ തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് മൂന്നാമത്തേത് they move from stronger region to weaker region. They move from stronger region to weaker region എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മളിപ്പം സ്കൂളിലോട്ട് കയറി, നമ്മളിപ്പം ഞാൻ പഠിക്കാത്ത ഒരു കുട്ടിയാണ്. രാവിലെ സ്കൂളിൽ വന്നു. ഞാൻ എവിടെ ഇരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്? ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ പോയി ഇരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. കാരണം ഫ്രണ്ട് ബെഞ്ചിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. കാരണം ടീച്ചറുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നത് ഫ്രണ്ട് ബെഞ്ചാണ്. അപ്പൊ ടീച്ചറിന്റെ കാര്യങ്ങൾ നല്ലതായിട്ട് മനസ്സിലാവുന്നതും പഠിക്കുന്നതും ടീച്ചർ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നതും അവിടെ ആയിരിക്കും.
എന്നാൽ ബാക്കിലോട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പഠിക്കാത്ത കുട്ടിയാണ്, ഉഴപ്പനാണ്, അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ബാക്കിലോട്ട് പോയിരിക്കാനാണ്. ഇത് തന്നെയാണ് ഡയമാഗ്നറ്റിക്. ഡയമാഗ്നറ്റിക് സ്ട്രോങ്ങർ റീജിയനിൽ നിന്ന് വീക്കർ റീജിയനിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ ആണല്ലോ. അടുത്തത് they completely lost their magnetic field അല്ലെ magnetic property എന്ന് എഴുതിയാൽ magnetic property when the magnets is removed. അതായത് ചിലപ്പോൾ ഇപ്പം ടീച്ചറിനെ മാഗ്നറ്റ് ആയിട്ട് എടുക്കാം. ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഉള്ള കാര്യം കൂടെ എന്ത് ചെയ്യും, ഇപ്പം പഠിക്കാത്ത കുട്ടികളുടെ ഉള്ള കാര്യം, ഇപ്പം ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വേറൊരാൾ കയറി വന്നു, എന്നിട്ട് പെട്ടെന്ന് ഈ പഠിക്കാത്ത പിള്ളേരോട് ലാസ്റ്റ് പഠിപ്പിച്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. കാരണം എന്താ, അവര് ടീച്ചർ പോകുമ്പോൾ ടീച്ചറിന്റെ കൂടെ തന്നെ അവർ പഠിച്ച സാധനം എല്ലാം എന്ത് ചെയ്യും, അങ്ങ് പോകുന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ മാഗ്നറ്റ് അടുത്ത് വെക്കുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, എന്നാൽ മാഗ്നറ്റ് മാറ്റുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ലൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ വൺ ആണ്. അതായത് പെർമിയബിലിറ്റി കുറവാണ്, പെർമിയബിലിറ്റി വണ്ണിനെക്കാട്ടിലും കുറവാണ്. കുറവെന്ന് പറയുമ്പോൾ വാല്യൂ 0 to 1 ആയിരിക്കും. ഓക്കെ, അതിനർത്ഥം എന്താ പറയുക, ഈ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചത് മനസ്സിൽ കൂടെ കടത്തിവിടാനുള്ള കഴിവ്. അതായത് നമ്മളിപ്പം ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ ഓരോ എക്സാമ്പിൾ വെച്ചാണ് പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരിക ഇല്ലേ. അതായത് ആ പഠിക്കാത്ത കുട്ടി, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ പഠിക്കാത്ത കുട്ടിയെ പറ്റിയും ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞ ആൾക്കാരൊക്കെ ആരെങ്കിലും കാണുമായിരിക്കും, അവരെ പറ്റിയുള്ള ചിന്തകളെല്ലാം വരും. അപ്പൊ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലൂടെ കടത്തിവിടും. എന്നാൽ തീരെ പഠിക്കാത്ത ഒരു കുട്ടിയാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അവന് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, അവന് മനസ്സിൽ കൂടി ഇത് കടത്തിവിടാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. അതാണ് പെർമിയബിലിറ്റി ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും അടുത്തത് സസെപ്റ്റബിലിറ്റി ഈസ് നെഗറ്റീവ്. സസെപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നറിയോ, ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കുറെ നേരം നിലനിർത്താനുള്ള കഴിവില്ല. അതായത് പഠിച്ച കാര്യം അപ്പം ഓക്കെ ആയിരിക്കും, ചിലപ്പം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പിറ്റേ ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അത് മറന്നു പോകുന്നു. അതോ അങ്ങനെയുള്ളതാണ് ശരിക്കും, ശരിയല്ലേ? അതായത് പഠിക്കാത്ത പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തീരെ പഠിക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന സാറാ അല്ലെങ്കിൽ ടീച്ചർ ആണെങ്കിൽ അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. എന്നാൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ തന്നെ SSLC ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട്. SSLC പഠിക്കുന്ന സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാൻ കാരണം എന്താണെന്നറിയാമോ, ഈ CBSE സ്കൂളുകളിലും അല്ലെങ്കിൽ ICSE സ്കൂളുകളിലും ഒക്കെ പഠിപ്പിക്കുന്നതിന്റെ ഒരു 10ൽ 1 ഭാഗം പോലും കേരള സിലബസ് സ്കൂളുകളിൽ 9ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നില്ല. 10 പഠിക്കുന്ന ഒരു കുട്ടിക്ക് 2 into 3 ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. മനസ്സിലായോ? അതായത് അവർക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയത്തില്ല, ഒരു സെന്റൻസ് എഴുതാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഈ മാത്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അറിയത്തില്ല, LCM എന്താണെന്ന് അറിയത്തില്ല, HCF എന്താണെന്ന് അറിയത്തില്ല. 10 പഠിക്കുന്ന കുട്ടിയാണ്. എന്തായാലും നിങ്ങൾ CBSE പഠിച്ച ICSE പഠിച്ചൊക്കെ ആൾക്കാരായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 10 പഠിച്ചപ്പം ഗുണിക്കാനും കൂട്ടാനും ഹരിക്കാനും അല്ലെങ്കിൽ LCM കാണാനും ഒക്കെ എങ്കിലും അറിയാമായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അതുപോലും അറിയാത്ത ആൾക്കാർ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഒരു നല്ല ആള് പഠിപ്പിക്കുവാണെങ്കിൽ ആ പഠിപ്പിക്കുന്ന കാര്യം, ഇപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ 10ാം ക്ലാസ്സിലെ ഇങ്ങനെയുള്ള കുട്ടികളെ ഇഷ്ടത്തിനുണ്ട് ഇവിടെ. അവരെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കുന്ന ആ ഒരു 10 മിനിറ്റ് അവർക്ക് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെ ആ ഒരു മണിക്കൂർ അവര് പെർഫെക്റ്റ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, എന്നാൽ ഞാൻ ഈ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം പഠിപ്പിച്ച ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയൂല. അപ്പൊ അത് സസെപ്റ്റബിലിറ്റി കുറവായതുകൊണ്ടാണ്. മനസ്സിലായോ? അതാണ്. അപ്പൊ നമുക്ക് അത് ഈ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിൽ കമ്പയർ ചെയ്ത് പറഞ്ഞതാ. ഓക്കെ, ഇനി ഈ ഡയമാഗ്നറ്റിന് they do not have dipole moment. ഈ ഡൈപോൾ മൊമെന്റിനെ നമ്മുടെ ഈ പഠിക്കാത്ത പിള്ളേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് നോളജ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പം പഠിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വളരെ വീക്ക് ആയിട്ടുള്ള ആരെ സംബന്ധിച്ച്
അവരോട് ഇപ്പൊ ചോദിക്കുക എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അറിയില്ല എന്നേ പറയത്തുള്ളൂ. മനസ്സിലായോ? അല്ല ഡൈപോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അറിയത്തില്ല എന്ന് പറയും. അവർക്ക് പ്രീവിയസ് നോളജ് ഇല്ല. മനസ്സിലായോ? അപ്പം ഇതേപോലെ തന്നെയാണ് ഡയമാഗ്നറ്റിക് മെറ്റീരിയലും. ഡൈപോൾ മൊമെന്റ് ഇല്ല, ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്തത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഇതിനെ ഞാൻ അടിപൊളിയായിട്ട് കമ്പയർ ചെയ്തൊരു സാധനം പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അതായത് പഠിക്കാത്ത, ക്ലാസ്സിൽ വരാത്ത, തീരെ ഉഴപ്പന്മാരായിട്ടുള്ള പിള്ളേരെയാണ് നമ്മൾ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചറിന്റെ ദേഷ്യമായിട്ട് എടുക്കുക. ഇനിയും ടീച്ചറിനെയും ദേഷ്യപ്പെട്ടിട്ട് ടീച്ചർ നമ്മളെ അടിച്ചാലും അല്ലെ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ മാറാൻ പോകുന്നില്ല. ഞാൻ ഒരു വീക്ക് സ്റ്റുഡന്റ് ആണ്, എനിക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ, ഞാൻ ക്ലാസ്സിലൊന്നും വരത്തില്ല, ഇനി ടീച്ചർ എത്ര വഴക്ക് പറഞ്ഞാലും ഒരു കാര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കുമല്ലോ വളരെ വീക്ക് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ. മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും. ഒരു പേടിയും കാണത്തില്ല. ടീച്ചർ അത്ര ചൂടായാലും എനിക്ക് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ. ഇവിടെയും അത് തന്നെയാണ്. ടെമ്പറേച്ചർ കൂട്ടിയാലും ഇതിന്റെ മാഗ്നറ്റിക് എന്താണ് പ്രോപ്പർട്ടികൾക്കൊന്നും എന്ത് ചെയ്യത്തില്ല, ഒരു വ്യത്യാസം വരത്തില്ല. അപ്പൊ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് പറഞ്ഞു തന്നത്. നമ്മുടെ നോർമലി നമ്മുടെ സ്കൂളിലെ സ്റ്റുഡൻസിനെ 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞു തന്നത്. ഓക്കെ ആണല്ലോ. ഇത് തന്നെ അടുത്തത് നമ്മൾ പാരാമാഗ്നറ്റിക് പറയാൻ പോവാണ്. പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മറ്റേ ആദ്യത്തെ എന്തായിരുന്നു, ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് സ്ട്രോങ്ലി അല്ല, പക്ഷെ ദേ ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ദേ ആർ അട്രാക്റ്റഡ് towards they are attracted towards magnetic. അതായത് നമ്മൾ ഈ പാരാമാഗ്നറ്റിക്കിനെ ഒരു എബോവ് ആവറേജ് സ്റ്റുഡന്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു സ്കൂളായിട്ട് സങ്കല്പിക്കുക. അപ്പം ഒരു ആവറേജും എബോവ് ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ക്ലാസ്സിൽ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതായത് വലിയ ആഗ്രഹം എന്നല്ല പറഞ്ഞത്, എന്നാലും അവർക്കൊരു പേടിയുണ്ട്. മനസ്സിലായോ? അതായത് ഒത്തിരി പഠിക്കുന്ന ആൾക്കും പേടിയില്ല, ഒട്ടും പഠിക്കാത്ത ആൾക്കും പേടിയില്ല. അതായത് ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പേടി എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവര്. അപ്പം അവരും എന്താണ് സ്കൂളിലോട്ടൊക്കെ പോകും, ഭയങ്കര ആഗ്രഹമൊന്നുമില്ല, പിന്നെ പോണമെന്നുള്ളതുകൊണ്ടും പരീക്ഷയുടെ സമയത്ത് അവർക്ക് പേടിയുണ്ട്, മാർക്ക് എങ്ങനെയും ഒക്കെ കിട്ടണമെന്നുള്ളതുകൊണ്ടും അവരങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇനി അതേപോലെ തന്നെ ദേ അലൈൻ parallel to the magnetic field. അപ്പം നമുക്ക് ഈ കൺസെപ്റ്റിനെ ഞാൻ പറഞ്ഞു, ടീച്ചർ പഠിക്കുമ്പോൾ ആ ടീച്ചറിനെ അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന പാരലായിട്ട് അങ്ങോട്ട് ഇരിക്കുന്ന ആൾക്കാരെയാണ് എന്താണ് ഈ കൺസെപ്റ്റ് വെച്ചിട്ട്, അതായത് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് ടീച്ചറിനെ അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അല്ലാത്തവരെന്ത് ചെയ്യും, അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. അത് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എടുക്കാം. അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, ഫാനെ നോക്കുന്നു, അല്ലെങ്കിൽ ആ അപ്പുറത്ത് കൊറിഡോറിൽ കൂടെ നടന്നു പോകുന്ന വേറെ സ്റ്റുഡൻസിനെ നോക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും മറ്റേ ആദ്യം പറഞ്ഞ ആൾക്കാർ. ഇത് കൃത്യം പാരലായിട്ടാണ്. ഇവരും എന്താണ് ഒരു ആവറേജ് എബോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസും ക്ലാസ് പഠിപ്പിക്കുന്ന ശ്രദ്ധിച്ചിരിക്കും. ഒരു പരിധി വരെ ഒരു 70% ശ്രദ്ധ അവർക്ക് കാണും. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് they move from weaker region to stronger region. അതായത് ഫസ്റ്റ് ബെഞ്ചിലൊന്നും വന്നിരിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിലും ഒത്തിരി ബാക്കിൽ പോയി ഇരിക്കാനായിട്ട് ഒരു എബോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആഗ്രഹിക്കില്ല. ഏകദേശം ഒരു നടുക്കൊക്കെ വന്നിരിക്കാൻ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും അങ്ങനെ എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ. നമ്മൾ ജനറൽ കൺസെപ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു എബോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരിക്കലും ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ പോയി ഇരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവത്തില്ല. മനസ്സിലായോ? അപ്പോൾ അവര് എന്താണ് വീക്കർ റീജിയനിൽ നിന്ന് സ്ട്രോങ്ങർ റീജിയനിലോട്ട് ഇരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ഇതും വീക്കർ റീജിയനിൽ നിന്ന് സ്ട്രോങ്ങർ റീജിയനിലേക്ക് ഈ മെറ്റീരിയൽ മൂവ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇവിടെ പെർമിയബിലിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്, മറ്റേ ലെസ് ദാൻ 1 ആയിരുന്നു. പെർമിയബിലിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്, ഗ്രേറ്റർ ദാൻ
1 ആണ്, പക്ഷെ സ്മോൾ ആണ്. ആൻഡ് ഈസ് സ്മോൾ ആയിരിക്കും. അതാ പറഞ്ഞത്. അതായത് പഠിച്ചത് ഒരു ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ എബോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഈ 1 മണിക്കൂറൊന്നും അല്ല, അവർക്ക് അവരുടെ തലയിൽ അത് അറ്റ്ലീസ്റ്റ് ഒരു 2-3 ദിവസമെങ്കിലും അവരുടെ തലയിൽ അത് കാണും എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ആ കൺസെപ്റ്റ് എങ്കിലും കാണും. ഇതെല്ലാം പ്രൊവൈഡഡ് നല്ലതായിട്ട് പഠിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പൊ ഞാനും ഉഴപ്പിയാണ് പഠിപ്പിക്കുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് പെർമിബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1, ദേ മൂവ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ റീജിയൻ. ഇത് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കത്തുന്നത്. ഇപ്പൊ ഞാൻ ഈ പഠിപ്പിക്കുന്ന പോലെ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇത് നിങ്ങളുടെ ബോർഡ് എക്സാം വരെ നിങ്ങൾ ഓർത്തിരിക്കും. അതായത് കൃത്യം അതുപോലെ ഓർത്തിരിക്കുന്നില്ലെങ്കിലും കൺസെപ്റ്റ് എന്തായാലും ഓർത്തിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി ഇവിടെ അതേപോലെ തന്നെ സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ്. അത് പോസിറ്റീവ്. മറ്റേടത്ത് നെഗറ്റീവ് ആയിരുന്നു. ആൻഡ് ഈസ് സ്മോൾ ആയിരിക്കും. കുറെ കാലം മനസ്സിൽ നിലനിർത്താനുള്ള കഴിവ് ഉണ്ട്. പോസിറ്റീവ് ആണ്, പക്ഷെ കുറവാണ്. ഓക്കെ. ഇനി ദേ ഹാവ് ഡൈപോൾ മൊമെന്റ്. അതായത് ഡൈപോൾ മൊമെന്റ് ആണ്. അതായത് ഡൈപോൾ മൊമെന്റിനെ നമ്മൾ പ്രീവിയസ് ആ സ്റ്റുഡൻസിന്റെ പ്രീവിയസ് നോളജ് ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. അതായത് ഇപ്പം ഒരു എബോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡന്റിനോട് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡാണ് പഠിപ്പിച്ചത്. അപ്പൊ ചാർജ് എന്താണെന്ന് അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ആ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യും. ഇത് അവരുടെ പ്രീവിയസ് നോളജാണ്. അപ്പൊ അത്രയെങ്കിലും നോളജ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. മനസ്സിലായി? ഓക്കെ. അടുത്തത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ. അതായത് ടീച്ചറൊക്കെ വഴക്ക് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പേടിയൊക്കെ ഉള്ള ആൾക്കാരാണ് എബോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലേ? നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊക്കെ എബോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. ടീച്ചർമാർ എന്തെങ്കിലുമൊക്കെ എംപോസിഷനോ അല്ലെങ്കിൽ എംപോസിഷനില്ല അസൈൻമെന്റോ അല്ലെങ്കിൽ ഇതൊക്കെ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ കാണും. വലിയ ടെൻഷൻ ഇല്ലെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചറിന്റെ ദേഷ്യം എന്നുള്ളതിനെ പറ്റി ആ ഒരു റിലേഷൻ പഠിച്ചാൽ മതി. അടുത്തത് ഫെറോ മാഗ്നറ്റിക്. ഈ ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ പഠിപ്പികളാണ്. ഓക്കെ. പഠിപ്പികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ പഠിപ്പികൾ ആരൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാം. ആവറേജ് ആയിട്ടുള്ള ആർക്കൊക്കെ അല്ല ആരൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാം. ഒട്ടും പഠിക്കാത്ത ഉഴപ്പന്മാരും ഉഴപ്പികളും കേട്ടോ ആരൊക്കെയാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇല്ലേ? ഞാൻ ഇതിന്റെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ഒരു എബോ ആവറേജ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ മറ്റേ പാരാമാഗ്നറ്റിക്കിനകത്ത് വിടുന്ന ആളാണ്. ഓക്കെ. അല്ല അതിന് തൊട്ട് താഴെയുള്ള ആളായിരിക്കും അങ്ങനെ, അല്ലെ ഒട്ടും പഠിക്കാത്ത ആളല്ല. ഓക്കെ. അപ്പം ഫെറോ മാഗ്നറ്റിക്കിനകത്ത് നമുക്ക് ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ അതായത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രില്യന്റ് ആയിട്ടുള്ള പിള്ളേരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ they are strongly attracted towards magnetic field. അതായത് സ്ട്രോങ് ആയിട്ട് അറിയാലോ, മാഗ്നറ്റിക് ഫീൽഡ് സ്കൂളായിട്ട് എടുക്കുവാണെങ്കിൽ അവരെല്ലാ ദിവസവും സ്കൂളിൽ പോകണം എന്നുള്ളൊരു താല്പര്യപ്രകാരം ഉണ്ട്. ഇവിടെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ട്യൂഷൻ അതായത് സ്കൂളിൽ പോയിട്ട് ട്യൂഷൻ പോലും സ്കിപ്പ് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. അതറിയാമോ? പനിയാണെങ്കിൽ ഇവിടെ വന്നിരിക്കും. അതായത് ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ സാറേ ഞങ്ങൾ ഏറ്റവും പുറകിലത്തെ ബെഞ്ച് വന്നിരുന്നോളാം, ക്ലാസ് കട്ട് ചെയ്യാൻ വയ്യാത്തോണ്ടാ. പേരൻസ് ഉൾപ്പെടെ എന്ത് ചെയ്യും, എന്താണ് അവര് ഫോൺ വിളിച്ചു പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന പിള്ളേരുണ്ട്. അപ്പം അവർ ഈ പറഞ്ഞ ഫെറോ മാഗ്നറ്റിക് വിഭാഗം ആൾക്കാരാണ്. ദേ ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് they align parallel to the magnetic field. അത് പിന്നെ അറിയാലോ. അതായത് ടീച്ചറിന്റെ വായിൽ എന്തുവാണ് വീഴുന്നതെന്ന് നോക്കി പെറുക്കിയെടുക്കാൻ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ പഠിപ്പികള്. ശരിയല്ലേ?
അപ്പൊ അത്രയ്ക്ക് ശ്രദ്ധയായിരിക്കും അവർക്ക്. അപ്പം they align parallel to magnetic field. അടുത്തത് they they move from weaker to stronger region of magnetic field. Stronger എല്ലായിടത്തും stronger region of magnetic field എന്നും കൂടെ എഴുതണേ. stronger അത് നമ്മൾ എഴുതിയില്ല നേരത്തെ. stronger region of magnetic field. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരിക്കാനായിരിക്കും ഏറ്റവും ആഗ്രഹം. ഓക്കെ, ഇനിയും they retain magnetic property even after the removal of magnetic field. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ സ്കൂളിൽ ഫിസിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ മാറി. നല്ലതായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു, ആ ടീച്ചർ മാറി. നല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അടിപൊളിയായിട്ട്, അതായത് പൊട്ടന്മാർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീച്ചറാണെന്ന് വിചാരിക്കാം. അപ്പം അവരങ്ങ് പോയി. അവര് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസും ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ളതും ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാം സ്ട്രഗിൾ ചെയ്യും. പക്ഷേ അതൊന്നും ആരെ അഫക്റ്റ് ചെയ്യത്തില്ല. അതൊന്നും നമ്മുടെ ഈ പഠിപ്പിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം എന്ത് ചെയ്യും, അവര് തന്നെത്താനെ പഠിക്കാനുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ട്. അപ്പം മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അതാ പറഞ്ഞത്, മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള മെറ്റീരിയലാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്തത് പെർമിയബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. permeability is greater than 1. greater than 1. അടുത്തത് susceptibility is positive and large. അടുത്തത് they have dipole moment. അതേപോലെ it depends on temperature. അത് ടീച്ചർ നോക്കിയാൽ കഴിയുന്ന ആൾക്കാരാണ് അല്ലേ, ശരിയല്ലേ? ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ഇവരുടെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, അടുത്ത എഴുതിക്കോ, ക്യൂരീസ് ലോ എന്ന് എഴുതി. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, പിന്നെ ഞാനങ്ങ് തരികയാണ്. susceptibility of a paramagnetic substance is inversely proportional to temperature. അതായത് chi is inversely proportional to എന്താണെന്നറിയാമോ? T. അല്ല, അതായത് inversely proportional to T, temperature. അവിടുന്ന് chi is equal to C mu 0 by T എന്ന് വരും. ഇവിടെ C എന്ന് പറയുന്നത് Curie's constant ആണ്. ഇതൊക്കെ ചുമ്മാ വായിച്ചു വിട്ടാൽ മതി. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടേ ഇല്ല, എന്നാലും ഞാൻ അങ്ങ് പറഞ്ഞതാണ്.
ക്യൂരി ടെമ്പറേച്ചർ എന്ന് കൂടെ എഴുതിക്കോ. ക്യൂരി ടെമ്പറേച്ചർ, ക്യൂരി ടെമ്പറേച്ചർ. ഞാൻ ഇത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ സ്കൂളിൽ നല്ലതായിട്ട് പഠിക്കുന്ന, നല്ലതായിട്ട് എന്ന് പറയുമ്പോൾ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടി എല്ലാ എക്സാമിനും ഈ പറഞ്ഞ പോലെ തന്നെ 99, 98, 99, 98 അല്ലെങ്കിൽ 100 ഇതിങ്ങനെ മേടിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തൊക്കെയോ കാരണം കൊണ്ട് ഒരു പരീക്ഷയ്ക്ക് ആ കുട്ടിക്ക് ഒരു 60 മാർക്കായി. അപ്പം നമുക്കറിയാലോ, നമ്മുടെ സ്കൂളിലെ ടീച്ചർമാര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെ എന്ത് ചെയ്യും, പുകയ്ക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ നീ എന്താ ഇങ്ങനെ, നിങ്ങൾക്ക് ഞങ്ങൾ വിചാരിച്ചില്ല, അതാണ് ഇതാണ്. അതായത് ഇത്രയും നാള് ഫുൾ A+ അതൊന്നും മേടിച്ചോണ്ടിരുന്ന ഒറ്റ പരീക്ഷയ്ക്ക് കുറഞ്ഞത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, അവര് ഫയർ ചെയ്യാൻ തുടങ്ങും. ശരിയല്ലേ? അങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയാമോ? അതായത് ഒരു 60% ആൾക്കാർക്കും അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് എത്ര പഠിച്ചാലും ആ പേടി മനസ്സിൽ നിൽക്കും. അയ്യോ ശരിയാവോ. അങ്ങനെ അവര് നേരെ ഈ ബ്രില്യൻ്റ് ആയിട്ടുള്ള അവിടെ നിന്ന് നേരെ എന്തായിട്ട് മാറുന്നു, ഒരു 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 എബോവ് ആവറേജ് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ മുകളിലേക്ക് ഒരു 80% ആ ഒരു റേഞ്ചിലേക്ക് എന്ത് ചെയ്യുന്നു, താഴ്ത്തപ്പെടുന്നു. അതായത് അവരുടെ മനസ്സിലെ പേടി, അതായത് ടീച്ചർമാർ ഫയർ ചെയ്തതും മാർക്ക് കുറഞ്ഞതും എല്ലാം കൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ മനസ്സങ്ങ് ഡൗൺ ആയിപ്പോയി. അങ്ങനെ അവർ പിന്നീട് എത്ര പഠിക്കാൻ ശ്രമിക്കുമ്പോഴും അവർക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 80%. അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർ അന്ന് പുകച്ചതിന്റെ ഒരു പേടി, മാർക്ക് കുറഞ്ഞതിന്റെ ഒരു പേടി, ഇനിയും കുറയുമോ, ടീച്ചർമാർ വഴക്ക് പറയുമോ, അങ്ങനെയുള്ള ഒത്തിരി കേസസ്, ഒത്തിരി കുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. പിള്ളേരെ ഒന്നും ഫുൾ മാർക്ക് മേടിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ഒരു മാർക്ക് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയാറില്ല. അല്ലാത്ത ഇവിടെ മൊട്ട മാർക്ക് മേടിക്കുന്ന പിള്ളേരെ പോലും ഞാൻ വഴക്ക് പറയാറില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് തോന്നണം മെയിനായിട്ട്. നിങ്ങളിപ്പോ +2-കാരായതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് തോന്നി പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേരൻസ് പറഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ അല്ലെ സിസ്റ്ററോ അല്ലെ നിങ്ങളെക്കാളും പ്രായമുള്ള ആൾക്കാർ പഠിക്കുന്നു പറഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ ഈ കിടന്ന് പറഞ്ഞാലോ ഒന്നും നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. ഇനി അതെപ്പം മനസ്സിലാവുമെന്നറിയാമോ, റിയലൈസ് ചെയ്യുമെന്നറിയാമോ? നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറയുവാണെങ്കിൽ നിങ്ങൾ ഒരു അഡ്മിഷന് പോയി നിൽക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യും, നിങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യും, അയ്യോ അന്ന് പഠിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. ഇപ്പം ഈ എന്നെക്കാട്ടിലും വലിയ ടീച്ചറാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്. അതായത് ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മളിപ്പോ ഇങ്ങനെ എത്ര പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും 100 അല്ല 150 വട്ടം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കും, അയ്യോ കുറച്ചുകൂടെ പഠിച്ചായിരുന്നു എങ്കിൽ എനിക്ക്. അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്ന് ഇവിടെ വന്ന് കരഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് ഞാൻ പഠിപ്പിച്ച, അയ്യോ സാറെന്ന് പറഞ്ഞത് ഞങ്ങൾ അത് കേട്ടില്ല, അല്ലെ ശ്രദ്ധിച്ചില്ല, അല്ലെ ഞങ്ങൾ അത് ഞങ്ങളുടെ പ്രായത്തിന്റെ ഇതിലെടുത്തു, ഇപ്പൊ അത് മനസ്സിലാവുന്നു, റിയലൈസ് ചെയ്യുന്നു, ഒത്തിരി പേര് വന്ന് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്നത്, നമ്മള് പഠിക്കുക എന്ന് പറയേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. ശരിയല്ലേ? ഇനി നിങ്ങൾ തന്നെ ഇനി ആകെ എത്ര മാസമുണ്ട്? കൂടിപ്പോയി 4 മാസം കാണും. ഈ 4 മാസം കൊണ്ട് നിങ്ങൾക്ക് കടല് പോലെ പഠിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ പഠിച്ചാലും തീരും. മനസ്സിലായോ? ഇനി പറഞ്ഞു വന്ന ക്യൂരി ടെമ്പറേച്ചറിലോട്ട് വരാം. ക്യൂരി ടെമ്പറേച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ക്യൂരി ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടിയാൽ അവര് ഫെറോ മാഗ്നറ്റിക്കിൽ നിന്ന് നേരെ പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. പിന്നീട് എത്ര ശ്രമിച്ചാലും അവർ ഫെറോ മാഗ്നറ്റിക്കിലേക്ക് പോകില്ല. നേരത്തെ പറഞ്ഞ സ്റ്റുഡന്റിന്റെ എക്സാമ്പിൾ പറയാം. അതായത് നല്ലതായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് മാർക്ക് കുറഞ്ഞു, ടീച്ചർമാരെല്ലാം ഇട്ട് പുകച്ചു, പിന്നെ അവരുടെ മനസ്സിൽ പേടിയായി, ഇനി എത്ര പഠിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു 80% കൂടുതൽ കിട്ടത്തില്ല. 100 മേടിച്ചുകൊണ്ടിരുന്ന ആളാ, അല്ലെ 95 മേടിച്ചുകൊണ്ടിരുന്ന ആളാ. മനസ്സിലായോ? അതാണ്. അപ്പം അത് എന്തായി, ഹൈലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയിൽ നിന്ന് ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ്? ഒരു പർട്ടിക്കുലർ ഒരു ഇതിൽ കൂടുതൽ ടീച്ചർമാർ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അവർക്കത് ഫീൽ ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ അത് വല്ലാതെ വേദനിപ്പിച്ചു, അങ്ങനെയൊക്കെ. അത് തന്നെയാണ് ഇത് ക്യൂരി ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കൂടുതൽ ടെമ്പറേച്ചർ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നോക്കിക്കോളൂ, ഫെറോ
magnetic property depends on temperature. As temperature increases, disappearance of magnetization increases, and at a particular temperature known as Curie temperature, ferromagnetic material changes to paramagnetic. Ferromagnetic magnetic material changes to paramagnetic. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെയും അതേപോലെ തന്നെ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെയും അതേപോലെ തന്നെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെയും പടങ്ങൾ പഠിക്കണം. പരീക്ഷയ്ക്ക് 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുണ്ട്. അതിന്റെ എക്സാമ്പിൾ ഒന്ന് പഠിക്കണം. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. അതായത് ഡയാമാഗ്നറ്റിക് ആണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞായിരുന്നു കംപ്ലീറ്റ്ലി എന്താണ്, അത് മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പെൽ ചെയ്യുന്ന വളരെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ അതുവഴി പോകത്തുള്ളൂ. അപ്പം ഇതൊരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഇതിന്റെ ഇതിനകത്തൂടെ അല്ലെങ്കിൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനകത്തോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഇത് എന്ത് ചെയ്യുന്ന അറിയാമോ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അത് എന്ത് ചെയ്യുന്ന അറിയാമോ? ഇത് കൊണ്ട് വെക്കുമ്പോഴത്തേക്കും ഈ രീതിയിലായിട്ട് മാറും. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിനകത്തൂടെ വരച്ചേക്കാം. ബാക്കി ഇതുവഴി പോകേണ്ടത് ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഇങ്ങനെ പോകുന്നു. അതേപോലെ ഇങ്ങനെ പോകുന്നത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ നേരെ പോകേണ്ടത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് ഇങ്ങനെ പോകുന്നു. അതിനകത്തൂടെ കടത്തി വിടത്തില്ല. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു. കണ്ടോ, ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. ഇത് ഡയ. ഇനി പാര വരയ്ക്കുന്നത് പാരാമാഗ്നറ്റിക് വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് കുറച്ച് ആൾക്കാരെ അതിനകത്തൂടെ കടത്തിവിടും. അപ്പൊ ഇത് പാരാമാഗ്നറ്റിക് ആണെങ്കിൽ ഇങ്ങനെ പോകുന്ന കുറച്ച് ആൾക്കാരെ കണ്ടോ, ഇതുവഴി കടത്തിവിട്ടു. ഇതുവഴി ഇങ്ങനെ പോകുന്നു. അതേപോലെ തന്നെ ഇതുവഴി പോകുന്നു. ഒരെണ്ണം ഇങ്ങനെ പോകുന്നു. അതേപോലെ തന്നെ അടുത്തത് കണ്ടോ, ഇങ്ങനെ പോകുന്നു. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് പാരാമാഗ്നറ്റിക്കിന്റെ പടം. ഇനി ഫെറോമാഗ്നറ്റിക് വരുമ്പോൾ ഇത് രണ്ടും വരച്ചു പറഞ്ഞുതരാം.
ഫെറോയും കൂടെ വരയ്ക്കുകയാണ്. ഫെറോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ പ്രത്യേകത, ഫെറോയുടെ പടം ഇങ്ങനെയാണ്. ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ ഇതിന് അടുത്തൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെയും കടത്തി വിടാൻ സമയത്ത് എല്ലാത്തിനും അതിനകത്തൂടെ കടത്തി വിടും. അതായത് ഒരു ഫെറോ മാഗ്നറ്റിക് ആണെങ്കിൽ ഇതുവഴി പോകുന്നതിനെ വരെ എന്ത് ചെയ്യും, വലിച്ച് അതിനകത്തൂടെ വിടും. അതായത് ഇതുവഴി പോകുന്നത് വരെ ഇങ്ങനെ വലിച്ച് ഇങ്ങോട്ടേക്ക് ഇതിനകത്തൂടെ കടത്തി വിടും. ഇങ്ങനെയാണ് അതിന്റെ പടമേ. ഇനി ഇതിന്റെ എക്സാമ്പിളും കൂടെ എഴുതിയിട്ടേക്കണേ. ഡയയുടെ എക്സാമ്പിള് ബിസ്മത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നേ. ബിസ്മത്ത്, കോപ്പർ, ഗോൾഡ്, അതേപോലെ തന്നെ വാട്ടർ, ഇവരെല്ലാം ഡയമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ അലൂമിനിയം, പ്ലാറ്റിനം, ഓക്സിജൻ, ഇവരെല്ലാം എന്താണ്, പാരാമാഗ്നറ്റിക്കും. അതേപോലെ തന്നെ അയണ്, കൊബാൾട്ട്, നിക്കല് എല്ലാം എന്താണ്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്ത് വരുന്നതാണ്. ഇനി അടുത്ത ഹിസ്റ്ററിസിസ് കർവ്. ആരെങ്കിലും ഹിസ്റ്ററിസിസ് കർവ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്ന് പറയണേ. അത് സിലബസിൽ ഇല്ല ആക്ച്വലി. പഠിപ്പിച്ചിട്ടുണ്ടോ? ചില സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് പറയണേ. സിറ്റാഡൽ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? മർത്തോമ, സിറ്റാഡൽ ആരെങ്കിലും? ഡേബ്രിയെ പഠിപ്പിച്ചിട്ടുണ്ടോ അത്? ഡേബ്രിയ ഹിസ്റ്ററിസിസ് കർവ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഓക്കെ. അല്ല, പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലെന്നോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഈ ചാപ്റ്റർ നമുക്ക് ഇത്രയുമേ ഉള്ളൂ. ആർക്കെങ്കിലും ഞാൻ വീണ്ടും പറയാണ്, ഈ ഇനിയും ശരിക്കും നമ്മുടെ എന്റെ കയ്യിലുള്ള നോട്ടിലുള്ള കുറച്ച് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എർത്ത് മാഗ്നറ്റിസം, അത് ഡിലീറ്റഡ് സിലബസ് ആണ്, നമുക്ക് പഠിക്കാനേ ഇല്ല. പിന്നെ ഈ പറഞ്ഞ ഹിസ്റ്ററിസിസ് കർവ്, പിന്നെ പെർമനന്റ് മാഗ്നറ്റ്, ടെമ്പററി മാഗ്നറ്റ്, അത് പഠിപ്പിക്കാം കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കും, അത് ഞാനിപ്പോ പഠിപ്പിക്കാം. പിന്നെ ഈ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്, അതിപ്പോ പറഞ്ഞ ടെമ്പററി ആണ്. പിന്നെ സോഫ്റ്റ് ആൻഡ് കോറും സ്റ്റീലും തമ്മിലുള്ള വ്യത്യാസം, അത് ഇപ്പൊ ചോദിക്കാറില്ല. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റും അതേപോലെ തന്നെ എന്താണ് പെർമനന്റ് മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം കൂടെ നമുക്ക് നോക്കാം. അതും കൂടെ എഴുതിക്കോ. അതും കൂടെ ഇവിടെ ചാപ്റ്ററിനകത്ത് എഴുതിക്കോ. പെർമനന്റ് മാഗ്നറ്റ് എന്നൊരു ഹെഡിങ് എടുത്തു. പെർമനന്റ് മാഗ്നറ്റ് എഴുതുക. സബ്സ്റ്റൻസ് which retains their
ferromagnetic property for a long period of time, even after the removal of magnetizing field. അവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ പെർമിയബിലിറ്റി ആണ്, ഹൈ സസെപ്റ്റിബിലിറ്റി ആണ്, ഹൈ റീറ്റൻഡിവിറ്റി ആണ്, അതായത് കുറെ നേരം റീറ്റെയിൻ ചെയ്യാൻ പറ്റും മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഹൈ റീറ്റൻഡിവിറ്റി ആണ്. അതേപോലെ തന്നെ ഹൈ കോയേഴ്സിവിറ്റി ആണ്, ഹൈ കോയേഴ്സിവിറ്റി. ഇനിയും ഇലക്ട്രോമാഗ്നറ്റ് എടുക്കുവാണെങ്കിൽ ടെമ്പററി ആണ് അത് ആദ്യം. ഇലക്ട്രോമാഗ്നറ്റ് they are made of ferromagnetic material which has high permeability and low retentivity and coercivity. ഈ coercivity എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ ആ ഹിസ്റ്റെറിസിസ് കർവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ റിറ്റൻറ്റിവിറ്റിയും കോയേഴ്സിവിറ്റിയും പറയുന്നത്. അതായത് നമ്മൾ ഒരു സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ് ചെയ്തു, അപ്പം നമ്മൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ കൂടി, അതായത് എച്ച് കൂട്ടിയപ്പോൾ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡും കൂടി. അപ്പൊ എച്ച് കുറയ്ക്കുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡും കുറയണ്ടേ? പക്ഷെ അങ്ങനെ കുറയത്തില്ല. കുറച്ച് എച്ച് ഞാൻ കംപ്ലീറ്റ്ലി സീറോ ആക്കിയാലും കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് അതിനകത്ത് കാണും. അപ്പം അതായത് നോക്കിക്കോണം, അതിന്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഇന്നലെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്താന്ന് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു, എച്ച്. ഈ ഒരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീൽഡിനെയാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിന്റെ അടുത്ത് നമ്മൾ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് കൂട്ടുമ്പോൾ ആ സബ്സ്റ്റൻസ് മാഗ്നറ്റ് ആയിക്കൊണ്ടേയിരിക്കും, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡും കൂടും. അപ്പം മാഗ്നറ്റൈസിങ് ഫീൽഡ് കുറച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കുറയണ്ടേ? പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് കുറയും, പക്ഷെ നേരത്തെ കൂടിയ പോലെ കുറയത്തില്ല. ഈ എച്ച് സീറോ ആയാലും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് വാല്യൂ കാണും. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആക്കാൻ വേണ്ടി വീണ്ടും മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറയ്ക്കുമ്പോൾ ഈ ബി എന്ന് പറഞ്ഞ എന്തായിട്ട് മാറും? ബി കംപ്ലീറ്റ്ലി സീറോ ആകുന്ന ആ വാല്യൂനെയാണ് കോഹെഴ്സിവിറ്റി എന്ന് പറയുന്നത്. ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കത്തില്ല. കാരണം ഹിസ്റ്റെറിസിസ് കർവുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് അത് ചോദിക്കാറില്ല. അത് നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമ്മൾ ഒരു സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫീൽഡാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. അത് കൊടുക്കുമ്പോൾ ആ സബ്സ്റ്റൻസ് മാഗ്നറ്റ് ആയിട്ട് മാറും. കൂടുതൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് കുറയ്ക്കുമ്പോൾ അവിടുത്തെ മാഗ്നറ്റൈസിങ് ഫീൽഡ് കുറച്ചു കഴിഞ്ഞാൽ അതുപോലെ ആ സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറയത്തില്ല. അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡ് കംപ്ലീറ്റ്ലി സീറോ ആക്കിയാലും അവിടെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് കാണും. അതിനെയാണ് റീറ്റൻറ്റിവിറ്റി എന്ന് പറയുക. ഇനിയും എനിക്ക് ആ റീറ്റെയിൻ ചെയ്യുന്ന ബാക്കി മാഗ്നറ്റിക് ഫീൽഡിനെ കൂടെ സീറോ ആക്കണമെങ്കിൽ ഈ മാഗ്നറ്റൈസിങ് ഫീൽഡിനെ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കൊണ്ടുവരണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറയ്ക്കണം. അപ്പൊ അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അതിനകത്തുനിന്ന് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പെൽ ആയിപ്പോകും, സീറോ ആയിപ്പോകും.
ആ ഒരു വാല്യൂനെയാണ് കോഴ്സിവിറ്റി എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയുമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനിയും ആക്ച്വലി പഠിക്കാനുള്ള ചാപ്റ്ററുകളിൽ AC സർക്യൂട്ട് മാത്രമേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ. ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും വളരെ സിമ്പിൾ ആ, പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതും എളുപ്പമോ, വലിയ പ്രശ്നമില്ല. AC മാത്രമേ ഉള്ളൂ ഇച്ചിരി പാടുള്ളത്. അത് ഇച്ചിരി പാടെന്നല്ല, ഇച്ചിരി ഏറെ പാടാണ് മനസ്സിലാക്കാൻ. കാണാപ്പാഠം പഠിച്ചുകൊണ്ടൊക്കെ പോകേണ്ടി വരും. പക്ഷെ നമുക്കത് കാണാപ്പാഠം പഠിക്കാത്ത രീതിയിൽ സെറ്റ് ആക്കി എടുക്കാം. കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂമറിക്കല് മുട്ട കിട്ടത്തേ ഉള്ളൂ, പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് സെറ്റ് ആക്കാം. ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും എളുപ്പമാണ്. കെമിസ്ട്രി അതുപോലെ തന്നെ നമ്മുടെ 6 ചാപ്റ്റർ തീർത്തു, ഈ 4 ചാപ്റ്റർ കൂടെ ഉള്ളൂ. 4 ചാപ്റ്ററിൽ 2 ചാപ്റ്റർ സിമ്പിളും 2 ചാപ്റ്റർ പാടുമാണ്. അപ്പം അതും ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒക്ടോബർ നവംബറും കൊണ്ട് നിങ്ങളുടെ ഫുൾ ടോപ്പിക്ക് തീർത്തിട്ട് ഡിസംബർ 1 മുതൽ ഈ ചാപ്റ്ററുകളെല്ലാം വീണ്ടും ഒന്നുകൂടെ പഠിപ്പിക്കാൻ പോവാണ്. ആ ഒരു മാസം അത് തീരും. നമുക്ക് ചിലപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകാൻ 2 ക്ലാസ് ഒക്കെ മതിയായിരിക്കും, അടുപ്പിച്ചെടുക്കും. അപ്പം അങ്ങനെ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ജാനുവരി 1 മുതൽ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ ചെയ്യിപ്പിക്കും. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ 2 മാസം കൊണ്ട് മൊത്തം ടോപ്പിക്സ് തീരാനുള്ളതേ ഉള്ളൂ. ഓക്കെ, വന്നാൽ പിന്നെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.